ജിഷ്ണു പ്രണോയിയുടെ സഹോദരിയെ കണ്ടാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നു, അവിടെ നൂറുകണക്കിന് സ്ത്രീകളും പാർട്ടി പ്രവർത്തകന്മാരടക്കം പോലീസ് രാജിനെതിരായി അതിക്രമത്തിനെതിരായി സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ആ പാർട്ടി പ്രവർത്തകന്മാരോട് ആദ്യം CPIM അഡ്രസ് ചെയ്യണം. ശരി, ഞാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. രണ്ടാമത്തെ പേജിലായതുകൊണ്ട് ഞാൻ ആദ്യം ഇത് വായിച്ചില്ല. കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ, പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ആ വാക്ക് പാലിക്കാൻ DGPക്ക് കഴിഞ്ഞില്ല എന്ന്. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസ് BJP നേതാക്കളുടെ സംരക്ഷണത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്നത്. അവരെ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്. ഒരു വശത്ത് പ്രതികളെ പിടിച്ചില്ലെന്ന് പറഞ്ഞ് വികാരമിളക്കി വിടുകയും മറുവശത്ത് പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രത്തോളം ഈ വിഷയത്തിൽ ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഹിറ്റ്ലറും സ്റ്റാലിനും മുസോളിനിയും ഒക്കെ ആയിരുന്നല്ലോ ഫാസിസ്റ്റുകൾ. ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ വൃത്തികേടുകൾ മുഴുവൻ ഈ ലോകത്ത് സത്യസന്ധമായ അവതരണമാക്കി വിളിച്ചു പറഞ്ഞിരുന്ന ഏറ്റവും വലിയ കള്ളനുണ്ടായിരുന്നു ഗീബൽസ്. പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ കള്ളത്തരം സത്യമാക്കി മാറ്റാൻ ന്യായീകരണവും CPMനുണ്ട്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഒരു കേസും എടുക്കുമായിരുന്നില്ല. UDF ആണ് ഭരിച്ചിരുന്നുവെങ്കിൽ. കോളേജ് ഉടമ കൃഷ്ണദാസും പ്രതികളിൽ ഭൂരിഭാഗവും കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാണ്. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രി വിശ്വനാഥന്റെ മകനെയാണ് ഈ കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്, സഞ്ജിത്ത് വിശ്വനാഥനെ. ഇതെല്ലാം ന്യായീകരണമായി CPM നിരത്തിയിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യവുമുള്ളതാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ സ്വാശ്രയ കോളേജ് സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ MLA മാർ നിരാഹാരം നടത്തുമ്പോൾ ആ നിരാഹാര സമരത്തെ ഒറ്റുകൊടുത്ത സ്വാശ്രയ തമ്പുരാനാണ്, മുതലാളിയാണ്, മാടമ്പിയാണ് ശ്രീ കൃഷ്ണകുമാർ. കൃഷ്ണകുമാറും കോൺഗ്രസ് പാർട്ടിയുമായി ഇന്ന് ഒരു ബന്ധവുമില്ല. കൃഷ്ണകുമാർ നേരത്തെ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. ഒരു ബന്ധവുമില്ല എന്നുള്ളത് മാത്രമല്ല, പിണറായി വിജയൻ കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്നത് സ്വാശ്രയ സമരത്തെ ഒറ്റുകൊടുത്തതിനുള്ള പാരിതോഷികമാണ്. പക്ഷേ അതേ കൃഷ്ണദാസിനെ തന്നെ അറസ്റ്റ് ചെയ്തു. ആ ഒരു വാദം ഉന്നയിക്കാൻ എന്തായാലും CPMനും പിണറായി വിജയനും കഴിയുകയും ചെയ്യും. ഞാൻ ഒന്നിടപെടുകയാണ്, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ KM ഷാജഹാന്റെ അമ്മ L തങ്കമ്മയും കൂടി ചേരുകയാണ്. ശ്രീമതി തങ്കമ്മ, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ KM ഷാജഹാന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേളാരിയിൽ നടത്തിയ പ്രസംഗത്തിൽ KM ഷാജഹാനെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ എന്ന ഒരു ധ്വനി അദ്ദേഹം പറയുകയുണ്ടായി. ഷാജഹാനെ എന്ത് കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്നത്? താങ്കൾ ഇന്ന് മകനെ കാണുന്നതിന് വേണ്ടി ജയിലിൽ പോയതാണല്ലോ. അദ്ദേഹം എന്ത് വിവരമാണ് നൽകിയത്? അദ്ദേഹം ഈ സമരത്തിൽ നേരിട്ട് പങ്കാളിയായിരുന്നോ, അതോ യാദൃച്ഛികമായി ആ വഴി വന്നപ്പോൾ പോലീസിന്റെ ഇടിവണ്ടിയിൽ കയറ്റി തിരുവനന്തപുരം നഗരം മുഴുവൻ ചുറ്റിയതിനു ശേഷം രാത്രിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയുമാണോ പോലീസ് ചെയ്തത്? ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, വിദ്യാഭ്യാസം കഴിഞ്ഞ ആ കാലം മുതൽ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഷാജഹാൻ. അത് ഒരളവ് അവൻ്റെ അമ്മയായ എൻ്റെ ഇരുന്ന് കിട്ടിയത്. ഞാൻ അങ്ങനെ ജനകീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന വലിയ ആളാണെന്നല്ല പറയുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ഏതിലായാലും അവനവനെ ബാധിക്കുകയില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പാരമ്പര്യം അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ TP ചന്ദ്രശേഖരനെ 56-52 ഒറ്റ വെട്ടി കൊന്ന സമയത്ത് അതിനെപ്പറ്റി ആ വിവരം അന്വേഷിക്കാനും അവരോട് സിമ്പതൈസ് ചെയ്യാനും വേണ്ടി ഇവിടുന്ന് പോയവനാണ് ഷാജഹാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും തുടക്കം മുതൽ ജനകീയ പ്രശ്നങ്ങളിൽ മാത്രമേ പരിഷത്ത് പ്രവർത്തനവും അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള അവന് ഒരു കാരണവശാലും ഇതുമായിട്ട് വേറെ യാതൊരു ദുരുദ്ദേശവും ഇല്ല. അതിൽ ആ മഹിജ എന്ന് പറഞ്ഞ അമ്മയുടെ, ജിഷ്ണുവിൻ്റെ അമ്മയായ ആ സ്ത്രീയുടെ ദുഃഖത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, പങ്കുചേരുക, സഹതപിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവന് യാതൊരു ദുരുദ്ദേശവും ഇല്ലെന്ന് അവൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. അങ്ങനെ യാതൊരു ചരിത്രവും അവനില്ല. ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഞാനുള്ള കാര്യം പറയാം. അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് പരാതിയുണ്ട്, അവൻ വീട്ടിൽ വേണ്ടിടത്തോളം ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അർഹിക്കുന്ന ശ്രദ്ധ അവൻ കൊടുക്കുന്നില്ല, അവന് മറ്റു കാര്യങ്ങളില്ല താല്പര്യമെന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയുമ്പോൾ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്, മോനെ നിങ്ങളാരും കുറ്റം പറയേണ്ട, അത് എൻ്റെ കുറ്റമാണ്, എൻ്റെ അവന് കിട്ടിയതാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ
ശ്രീമതി എൽ തങ്കമ്മ ബി എസ് അച്യുതാനന്ദനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയം മുതൽ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടാണ് ഷാജഹാൻ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇതേ പിണറായി വിജയന്റെ പങ്കാണോ താങ്കൾ സംശയിക്കുന്നത് KM ഷാജഹാനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചതിൽ? ആണ്, അത് മാത്രമാണ് ഇതിനകത്തുള്ള കാരണം. അത് മാത്രം. VS അച്യുതാനന്ദൻ്റെ കൂടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ പിന്തുടർന്ന് അദ്ദേഹത്തിനെ അനുഗമിച്ച് കണ്ണൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവൻ്റെ നേരെ ശാരീരികമായ ആക്രമണം വരെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ഇവരുടെ ഈ ഭരണകാലത്ത് അവൻ്റെ ആയുസിനെ പറ്റി അവൻ്റെ ആരോഗ്യത്തിനെ പറ്റി അങ്ങേയറ്റം ആശങ്കയിലാണ് ഈ അമ്മയായ ഞാൻ. അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. വൈരനിര്യാതനം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം, ലാവ്ലിൻ കേസിലുള്ള അവൻ്റെ പ്രവർത്തനമൊക്കെ ഉൾപ്പെടെയുള്ള അവനോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വൈരനിര്യാതനം മാത്രമാണ്. അത് ഏത് വിധത്തിലും തീർക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. എനിക്ക് ശരിക്കറിയാം. ഞാൻ 1938 ജനിച്ച ആളാണ്. ഇവിടെ ഭരിച്ചിരുന്ന എല്ലാ ഗവൺമെൻറ്റുകളിലെയും മുഖ്യമന്ത്രിമാരെ എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതിലാരും ഇത്രയും ക്രൂരമായി പെരുമാറുന്നവരും ഇത്ര ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ളവരും മനുഷ്യത്വവിഹീനമായി പെരുമാറുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. EMS നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ടുള്ള സകല മുഖ്യമന്ത്രിമാരെയും ഞാൻ ഓർക്കുന്നുണ്ട്. ഓർമ്മയ്ക്ക് കാര്യമായ തകരാറൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷേ ഇവരൊക്കെ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. ഇപ്പോൾ ശ്രീ ആന്റണി രാജുവിനോട് ചോദിച്ചാൽ അദ്ദേഹവും ഇതേ വാദം തന്നെ പറയും. ഇവരെല്ലാം ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. ഒരു സമരമുഖത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന എതിർ നടപടികളെ, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളെ കൂടി മുൻകൂട്ടി കാണേണ്ടി വരും. അതിനെ കൂടി നേരിടുവാനുള്ള മനക്കെട്ടി ഉണ്ടായിരിക്കണം. അതുകൂടി കണ്ടുകൊണ്ടായിരിക്കണം സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടത്. ഇത് ഷാജഹാനും അറിയാവുന്ന കാര്യമാണല്ലോ. അവന് അക്കാര്യത്തിൽ ആ അമ്മയോട് സഹതാപം രേഖപ്പെടുത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ദുരുദ്ദേശമില്ലെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായി അറിയാം. മറ്റ് യാതൊരു ദുരുദ്ദേശവുമില്ല. കുഴപ്പമുണ്ടാക്കലോ ഇതൊന്നും അവന് ഇതായിരുന്നില്ല. എന്നിട്ട് അവനെ അങ്ങേയറ്റം അപമാനിക്കത്തക്ക വിധത്തിൽ തോക്കുസ്വാമി എന്ന് പറഞ്ഞ അങ്ങേയറ്റം ക്രിമിനലായിട്ടുള്ള ആ ആളുടെ പേരിൻ്റെ കൂടെ ഷാജഹാൻ്റെ പേര് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രയേറെ അവർ തമ്മിൽ ഇതാണ്. അങ്ങനെ യാതൊരു സാമ്യമില്ലാത്ത ആളുടെ കൂടെ ചേർത്ത് പറഞ്ഞ് അവനെ മോശമാക്കാനും അവനെ അങ്ങേയറ്റം. ശ്രീമതി എൽ തങ്കമ്മ, താങ്കൾ ഇന്ന് മകനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി കണ്ടതാണല്ലോ നേരിട്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഈ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തുന്നതോടുകൂടി ജയിലിൽ നിന്ന് തൽക്കാലം ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒപ്പം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുവാനുമുള്ള ശ്രമം നടക്കുകയാണോ? ഈ ബാഹ്യ ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക ഒരു ലക്ഷ്യം തന്നെയാണല്ലോ കേരള പോലീസിന്. അതിൽ KM ഷാജഹാനെയും അദ്ദേഹത്തിനൊപ്പം അറസ്റ്റ് ചെയ്ത ഷാജർ ഖാനെയും മിനിയെയും ശ്രീകുമാറിനെയും ഈ തോക്കുസ്വാമിയെയും ഒക്കെ ഉപയോഗിക്കുവാനുള്ള നീക്കമാണോ നടക്കുന്നത്? ആ നീക്കം ഉണ്ടെന്ന് വേണം ബലമായി തന്നെ സംശയിക്കാൻ. അതിനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട്. അവന് ജാമ്യം നിഷേധിക്കാതിരിക്കാൻ ഒന്നാമത് അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെ യാതൊരു ആവശ്യമില്ല. വെറും വൈരനിര്യാതനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ് അവന് ജാമ്യം കൊടുക്കാനുള്ള മടിയും അത് കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ പോലീസ് കസ്റ്റഡി വിടാൻ ശ്രമിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ അത് ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്ക് അവനെ പെടുത്താനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ആന്റണി രാജു, സമരം ചെയ്യുന്നവരെ പിന്തുണച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്താക്കും. ഇതാണോ LDF സർക്കാരിന്റെ പോലീസ് നയം? ഈ പോലീസ് നയത്തെ കുറിച്ചാണോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രസ്താവനയിൽ ഊറ്റം കൊള്ളുന്നത്? ശ്രീ ഷാജഹാന്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം, ജിഷ്ണുവിൻ്റെ അമ്മയെ കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഷാജഹാൻ ഉണ്ടായിരുന്നുള്ളൂ. ജിഷ്ണുവിൻ്റെ അമ്മ അവിടെ വന്നത് DGP ഓഫീസിന് മുമ്പിൽ സമരം പ്രഖ്യാപിച്ചിട്ടാണ്. ഒരു സമരമുഖത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ അവിടെ ഒരു നിയമലംഘനം ഉണ്ടായാൽ ആ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുക എന്നുള്ള പുതിയൊരു കാര്യമല്ല. ഇതേ DGP ഓഫീസിൻ്റെ മുമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഇതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം, മുത്തങ്ങ സമരം നടന്നപ്പോൾ 100 കണക്കിന് ആളുകളെ എത്രയോ ആഴ്ചകളോളം പൂജപ്പുര സെൻട്രൽ ജയിലിലെ കേസിൽ പ്രതികളാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമരമുഖത്തേക്ക് പോകുമ്പോൾ, ആ സമരത്തിൽ പങ്കാളിയാകാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന നടപടികളുടെ ഭാഗമായി പിന്നെ കേസുകളിൽ പെട്ടു എന്ന് വരാം. അത് അറിയാത്ത ഒരാളെന്നല്ലോ ഷാജഹാൻ. അവിടെ ഒരു സമരം നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ജിഷ്ണുവിന്റെ അമ്മയെയും കുടുംബത്തെയും അകത്തേക്ക് കയറ്റി വിടാതെ പോലീസിന്റെ ശ്രീജിത്ത് പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ പോളിനെ ആ സമയം അവിടെ കൊണ്ടുവന്ന് സമരം ഉദ്ഘാടനം ചെയ്യിക്കാമായിരുന്നു. അല്ലാതെ DGPയുടെ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി അനുവാദം കാത്തു കിടക്കേണ്ട അവസ്ഥയിലായിരുന്നില്ല അവർ. അങ്ങനെ സമരം ചെയ്യാമായിരുന്നു. പോലീസ് അവിടെ തടയുകയും ചെയ്തേനെ. അത് മാത്രമല്ല KM ഷാജഹാൻ ഈ സമരത്തിൽ പ്രസംഗിക്കാനോ
അല്ലാതെ സമരക്കാരെ എല്ലാവരെയും കാണുന്നതിനോ വന്നതല്ല. ആ സമരം അറിഞ്ഞുകൊണ്ട് ആ വഴി വന്നപ്പോൾ അങ്ങോട്ട് വന്നതാണ്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന 5-6 പേരില് എല്ലാവരും ഒരു ഭാഗം പറയുകയാണ്. ഞാൻ പറയുന്നതിനിടയ്ക്ക് തടസ്സപ്പെടുത്തിയാൽ നമ്മുടെ പോയിന്റ് പറയാൻ കഴിയില്ല. ഇവിടെ ജിഷ്ണുവിൻ്റെ ശ്രീ അജിത്ത് ഇരിപ്പുണ്ടല്ലോ, അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് DGP ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ ഇത്രാം തീയതി മുതൽ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വന്നത്. അതിനകത്തൊരു എത്രയോ പത്രവാർത്തകൾ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതിനെന്താ മടി? ഒരു സമരം ചെയ്യാൻ പോകുന്നതിൽ തെറ്റൊന്നുമല്ല. ആ സമരം ചെയ്യാൻ പോകുമ്പോൾ നിയമലംഘനം ഉണ്ടായാൽ അറസ്റ്റ് ഉണ്ടാകും. അവിടെ പിന്നെ നിയമലംഘനം ഉണ്ടായാൽ അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ആ സമരത്തിന് അനുഭവം പ്രകടിപ്പിക്കാൻ പോകുന്നവർ ആ നിയമലംഘനത്തിൽ പെട്ടുപോയാൽ കേസുകളിൽ പ്രതിയാകും. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ അങ്ങനെ കാണുന്നതിന് പകരം അവിടെ ഞാൻ ചോദിക്കട്ടെ, ഷാജഹാനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതല്ല. ഈ ശ്രീജിത്തും അല്ലെങ്കിൽ ജിഷ്ണുവിൻ്റെ അമ്മയും ഉൾപ്പെടുന്ന ആളുകൾ DGPയെ കാണാൻ പോയെങ്കിൽ അവിടെ എന്തായാലും ഷാജഹാൻ അവിടെ കാണാൻ DGPയെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് അല്ലല്ല, അവിടെ DGPയെ കാണാൻ അനുവാദം ചോദിച്ചതിലൂടെ ഉണ്ടായ തർക്കമാണല്ലോ നടന്നത്, അല്ലാതെ ഇവിടെ സമരത്തിന്റെ കാര്യമല്ലായിരുന്നു. ശ്രീജിത്തിനോട് ഞാൻ പറയാം, നമ്മുടെ മുമ്പിൽ വസ്തുതയുണ്ടല്ലോ. ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചൊരു സമരമുണ്ട്. DGP ഓഫീസിന്റെ മുമ്പിൽ 5-ാം തീയതി സമരം നടത്തും എന്ന് വളരെ 2 ആഴ്ച മുമ്പ് പിന്നെ അജിത്ത് തന്നെ പ്രഖ്യാപിച്ചിരുന്നാണല്ലോ. നമ്മൾ പത്രങ്ങളിൽ ശ്രീജിത്ത് പ്രഖ്യാപിച്ചിരുന്നതാണല്ലോ. നമ്മൾ പത്രങ്ങളിൽ അതിനെന്താ മറിച്ച്? ഒരുപക്ഷെ അവർ വന്നതിന് ശേഷം മനസ്സ് മാറിയിട്ടുണ്ടാകാം. DGPയെ കണ്ടതിന് ശേഷം സമരം വേണോ വേണ്ടയോ എന്ന് പുനരാലോചിക്കാൻ ആഗ്രഹിച്ചിരിക്കാം. പക്ഷേ നേരത്തെ നടത്തിയിരുന്ന പ്രഖ്യാപനം അവിടെ സമരം നടത്തുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീജിത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ പോയാൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റും. അവിടെ ഏതാണ്ട് അവിടെ നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആ DGP ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഈ 16 പേരാണെങ്കിലും നിങ്ങളുടെ ചുറ്റും ഏതാണ്ട് ഒരു 10-20 ക്യാമറകൾ DGP ഓഫീസിലേക്ക് ആരും മാർച്ച് ചെയ്തിട്ടില്ല. വസ്തുതകളെ പോയല്ലോ. DGPയുടെ ഓഫീസിന് മുന്നിലേക്ക് പോകാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നത്. DGPയുടെ ഓഫീസിന് മുന്നിലേക്ക് പോകാൻ പാടില്ല. സമരം പ്രഖ്യാപിച്ചിട്ട് പോയാൽ അറസ്റ്റ് ചെയ്യും. സമരം പ്രഖ്യാപിച്ചിട്ട് പോയാൽ പോകാവുന്നവരെ അറസ്റ്റ് ചെയ്യും. ശ്രീജിത്ത്, ആന്റണി രാജു വസ്തുതകളെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പറയുന്നതാണോ? ഈ KM ഷാജഹാന്റെ കാര്യത്തിൽ ഷാജഹാൻ നിങ്ങളോടൊപ്പം സമരത്തിൽ പങ്കാളിയാകാൻ വന്നയാളാണോ? അല്ല. ഷാജഹാനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഷാജഹാനുമായി ഒരു ബന്ധവുമില്ല. ഷാജഹാൻ സംഘർഷമുണ്ടായപ്പോൾ ഷാജിർ ഖാനെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ വന്നതാണ്. എനിക്ക് നേരത്തെ ഞാൻ ദൃശ്യങ്ങൾ കാണുന്നില്ല, ഈ TV കാണുന്നില്ല, ആശുപത്രി കിടക്കലാണ് ഞാൻ. ആന്റണി രാജു സാർ, അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട്, ഈ വിഷയവുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഞങ്ങളെയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എനിക്ക് കേട്ടില്ല. ഞങ്ങളെയാണോ വിശ്വാസം അതോ പോലീസിനെയാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചകൾക്ക് മുമ്പേ ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലും, ഞങ്ങൾ പുറപ്പെട്ട ശേഷം 2 ആളെ അറസ്റ്റ് ചെയ്തല്ലോ, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ താങ്കൾ എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല? ഞങ്ങൾ പുറപ്പെടുന്നത് 2 ആഴ്ച മുമ്പേ അറിഞ്ഞ താങ്കൾ എന്തുകൊണ്ട് പുറപ്പെടുന്ന ദിവസം രാവിലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല? അറസ്റ്റ് ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല. ഈ കൃഷ്ണദാസിനോട് ഒന്ന് വരൂ, EC ചെയറിലിരുത്തി അദ്ദേഹത്തെ 1 മണിക്കൂറിന് ശേഷം വിട്ടയച്ചതാണ്. സഞ്ജിത്ത് വിശ്വനാഥൻ പിറ്റേ ദിവസം ഞങ്ങളിവിടെ എത്തി മർദ്ദനമേറ്റ് വാങ്ങിയതിന് ശേഷം സഞ്ജിത്ത് വിശ്വനാഥൻ എന്താണ് പറഞ്ഞതെന്നോ? എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ. അരമണിക്കൂർ കാത്തു നിന്നു, അറസ്റ്റ് നടന്നില്ല. അദ്ദേഹം ക്ഷോഭിച്ചു. പത്രങ്ങളിലും ചാനലുകളിലും വന്ന വാർത്തയാണ്. അറസ്റ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ എത്താൻ വൈകിയത് കൊണ്ട് സഞ്ജിത്ത് വിശ്വനാഥൻ, നമ്മുടെ മുൻ മന്ത്രി വിശ്വനാഥന്റെ മകൻ സഞ്ജിത്ത് വിശ്വനാഥൻ ക്ഷോഭിച്ചത്രേ. ഇങ്ങനെ അറസ്റ്റിന് തയ്യാറായി വെമ്പുന്ന ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല? മുൻകൂട്ടി ഞങ്ങൾ പ്രഖ്യാപിച്ച സമരം നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് അവരോട് ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടി വേണം. ഞങ്ങളെയാണോ വിശ്വാസം പോലീസിനെയാണോ വിശ്വാസം എന്ന ചോദ്യത്തിന് സമരമാണെങ്കിൽ ഒരു സെക്കൻഡ് ശ്രീജിത്ത്, സമരമാണെങ്കിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഷാജഹാനും ഷാജർ ഖാനും മിനിയും ശ്രീകുമാറും ഒക്കെ വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരും പോലീസും പറയുന്നത് പോലെ തോക്ക് സ്വാമിയും. ഹലോ ശ്രീജിത്ത്, അങ്ങനെയെങ്കിൽ ഈ 16 പേർ മാത്രമാണോ ഈ സമരത്തിനെന്ന
മറുവാദം സർക്കാരും പോലീസും ഉന്നയിക്കും, മുഖ്യമന്ത്രിയും ഉന്നയിക്കും. ഈ 5 പേരുടെ കാര്യം അവർ എടുത്തിടും. ഈ 5 പേരും നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച സമരത്തിൽ പങ്കെടുക്കും.